ആ ഒരു സൈസിന് ചിലപ്പോൾ 5000 രൂപ കൊടുക്കേണ്ടി വന്നേനെ. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കിൻ്റെ വീഡിയോ എന്താ വരാത്തതെന്ന് വെച്ചാൽ, ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് പതിവില്ലാണ്ടെന്ന് കാറിൻ്റെ അകത്ത് വെച്ച് ഇൻട്രോ എടുക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു മുതലിനെ വാങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയും കാര്യങ്ങളും കുഴപ്പമില്ല, പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇറങ്ങിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കട, നമ്മുടെ വടുതല നോർത്തിൻ്റെ അടുത്താണ് നമ്മുടെ കട. നമുക്കിനി ക്രോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷോപ്പിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, നമ്മുടെ മീൻകുട്ടനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുതലക്കുട്ടൻ. ശരിക്കും പറഞ്ഞാൽ മുതലക്കുട്ടിയാണിത്, ചെറുതാണ് കേട്ടോ. നമുക്ക് ഇതിന് ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമ്മൾ ചെറുതിനാണ് വാങ്ങണത്. ഇവിടെ വേറെയും കുറേ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ട, എനിക്ക് ഈ കൂട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് അറിയാം. ഇത് കണ്ട ഗൈസ്, നല്ല രസമില്ലേ ഇതിനെ കാണാനായിട്ട്. ഇത് നല്ല പല മഴവില്ല് പോലെയുണ്ട്. നമ്മുടെ ഇക്കാടെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ റെഡിയല്ലേ? റെഡിയാ, എടുത്തോ. അപ്പോൾ ഇക്കാണ് നമുക്ക് മീൻ സെറ്റാക്കി തന്നത്. അപ്പോൾ ഞാൻ കുറേ കടയൊക്കെ തിരക്കായിരുന്നു, അപ്പോൾ എങ്ങും കിട്ടാനില്ല. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇക്ക സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. ഇക്കയുടെ വേറെന്ന് പറയുന്നത് ഒരു ഷമീർ എന്നാണ് ഇക്കയുടെ പേര്. അപ്പോൾ അങ്ങനെ മീനെടുക്കാം. മീനിടാനുള്ള കവർ എടുത്തോണ്ടിരിക്കാൻ ഉണ്ടാക്കിയ ആ വലിയ കവർ എടുക്കണം. ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ ഇവിടെ. ഇതെന്താ മറ്റേ ഏഞ്ചലല്ലേ? ഏഞ്ചലാണ്. അപ്പോൾ ഇവിടെ തയ്ക്കുക നമ്മുടെ വെള്ളം എടുത്തോണ്ടിരിക്കണം മീനിടാനുള്ള. മീനെ പിടിക്കാൻ പോകണ്ട. കിട്ടി. അപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആളെ ആക്റ്റീവ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതാ മീൻ നമുക്ക് അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തീറ്റയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? തീറ്റയും കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം. ഏതൊക്കെ എത്ര ദിവസത്തെ എത്ര? ഒരു 3 നേരം കൊടുക്കാൻ കുഴപ്പമില്ല. ലൈവ് ആയതുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിന് കഴിച്ചോളൂ. അത് ഒരു നേരം. പിന്നെ ചിക്കൻ്റെ പീസ് കൊടുക്കാം, ചിക്കൻ പീസ് കൊടുക്കാം. പിന്നെ ഇറച്ചി ചെമ്മീൻ കൊടുക്കാം. 3 നേരം. 2 നേരം നിർബന്ധമായിട്ടും കൊടുക്കണം. 3 നേരം കൊടുത്തിട്ട് നല്ലതാണ്, പെട്ടെന്ന് വളർന്ന് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ അക്യൂറത്തിലാണ് ഒരു പ്ലാറ്റ്ഫോമില്ല. അക്യൂറത്തി കുഴപ്പമൊന്നുമില്ല. ഒരു ഏകദേശം ഒരു 6-8 മാസം കഴിയുമ്പം മാറ്റിയാൽ മതി. വലുതാകുമ്പോൾ മാറ്റണം, അല്ലെങ്കിൽ പിന്നെ അക്യൂരം പൊട്ടിക്കും മതി. ഇച്ചിരി പ്രശ്നക്കാരാണ് ഇത്, അഗ്രസീവാണ്. അപ്പോൾ ഇക്ക പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അക്യൂറത്തിലാണ് ഒരു പ്ലാനാക്കി ഇട്ടേക്കണത്. അപ്പോൾ ഒരു 5-6 മാസം കഴിയുമ്പോൾ വലിയ ടാങ്കിലോട്ട് ആക്കണം എന്നാണ് പറയണത്. ഇല്ലെങ്കിൽ അക്യൂരം പൊട്ടിക്കും. നമുക്ക് വലിയ ടാങ്ക് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. കാർപ്പിൻ്റെ ഒരു ഇട്ടേക്കണ അക്യൂറ വേണ്ട. അപ്പോൾ ഇതിനകത്തൊരു കാർപ്പ് ചത്തി കിടപ്പുണ്ട്. അപ്പോൾ അതിന് ഇത് നമ്മുടെ സക്കറില്ലേ, സക്കർ മീനെല്ലാം കൂടി അതിനായിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട, അതിൻ്റെ കണ്ണൊക്കെ കൊത്തിയെടുത്തിട്ടുണ്ടോ, വാലൊക്കെ കടിച്ചു പൊറിക്കുന്നുണ്ട് അതിൻ്റെ. ഗൈസ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കാര്യം നമ്മൾ ഇക്കൊക്കെ അറിയത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതും കൊണ്ട് ട്രൈപ്പോഡും ക്യാമറയും കൊണ്ട് വന്നപ്പോഴാണ് വീഡിയോ എടുക്കുന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇക്കാനെ കൊണ്ട് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ബീൻ ആഷിഫ്. അതെ, ഇതാണ് നമ്മുടെ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇക്കാനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒരു കൺകുണൂർ എന്നല്ല എന്നെ പറയണം. നല്ല രസമില്ല എന്നെ കാണാൻ, മഞ്ഞ കളർ. അപ്പോൾ നമ്മളത് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീട്ടിൽ കൊണ്ട് ഇടാം. ഗൈസ്, അപ്പോൾ നമ്മുടെ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ അത് സേഫായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ക്യൂരിയോസിറ്റി ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രൈസാണ്. അത് എത്ര ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. എന്തായാലും നിങ്ങളൊന്ന് ഗസ് ചെയ്യും, കറക്റ്റ് കമൻറ്റ് ചെയ്യാൻ പിൻ ചെയ്ത് വെക്കാം. ഗൈസ്, നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മീനെ എടുക്കാം. ഇതോ നമ്മുടെ മീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എവിടെ വെക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം വീടിൻ്റെ അകത്ത് വെക്കാനാണ് ഉദ്ദേശിച്ചേക്കണത്. അപ്പോൾ ഇവിടെ നല്ലൊരു പറ്റിയ പ്ലേസ് ഉണ്ട്. നോക്കി, ഇത് കണ്ട. അപ്പോൾ ഈ കസേര ഇവിടെ നിന്ന് മാറ്റിയാൽ നമുക്കിവിടെ അക്യൂറൊക്കെ വെച്ച് നല്ല സെറ്റാക്കാൻ പറ്റും.
അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ മേളിൽ വെക്കാൻ പറ്റും. പക്ഷെ മേളിൽ വെച്ചാൽ നമുക്ക് അതിൽ നോട്ടമൊന്നും കിട്ടില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ വയ്ക്കാൻ നല്ലത്. അപ്പോൾ നമുക്കുണ്ടല്ലോ തൽക്കാലം ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ മീനെ മാറ്റാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി കേട്ടോ നമ്മുടെ മീൻ ആൾ പേടിച്ചിരിക്കാൻ കണ്ടുകൊണ്ട്. അപ്പോൾ നമുക്കിനി ഇത് അകത്ത് കൊണ്ട് വെക്കാം, ഇല്ലെങ്കിൽ വല്ല കാക്കയും കുത്തിക്കൊണ്ട് പോകും. അപ്പോൾ നമ്മുടെ അതേ അക്വേറിയം എടുത്തിട്ടുണ്ട്. അപ്പോൾ അക്വേറിയം തൽക്കാലം നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ അതേ ടീപ്പോ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലിൽ ഡയറക്റ്റ് വെക്കാനുള്ളത് ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുണ്ടല്ലോ ഇതേ ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഈ അക്വേറിയത്തിൻ്റെ ഭാഗത്തേക്ക് മുറിച്ചെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മേളിൽ നമുക്ക് അക്വേറിയം വെക്കാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ മുറിച്ചെടുത്ത കാർഡ്ബോർഡിൻ്റെ പീസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അക്വേറിയം. അതെ അക്വേറിയം നമുക്കെടുത്തത് ഇവിടെ വെക്കാം. നമ്മൾ കറക്റ്റ് അളവിനാണ് മുറിച്ചെടുത്തേക്കണത്. ഈ കാർഡ്ബോർഡിനേക്കാൾ നല്ലതെന്ന് പറയുമ്പോൾ നമ്മുടെ തെർമോക്കോളില്ലേ, അതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അതില്ലാത്ത കാരണമാണ് ഈ കാർഡ്ബോർഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് അടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു. നമ്മളുണ്ടല്ലോ ടാങ്കിനകത്ത് വെള്ളം നിറക്കാനായിട്ട്, പക്ഷേ ടാങ്കല്ല അക്വേറിയത്തിനായിട്ട് വെള്ളം നിറക്കാനായിട്ട് ഇവിടെ നമ്മൾ ഇന്നലെ തന്നെ പിടിച്ചു വെച്ചാണ് കേട്ടോ. ഇത് ജപ്പാമളയില്ലേ നമ്മുടെ പൈപ്പ് ലൈൻ വഴി തന്നെ വെള്ളമാണ്. അപ്പോൾ നമ്മുടെ ബോർവെൽ വെള്ളത്തിന് നല്ല മഞ്ഞക്കറ കാരണം പിന്നെ സ്മെല്ലും ഉണ്ട്. നമ്മളിത് ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മളിത് പൈപ്പ് ലൈൻ വഴി തന്നെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ക്ലോറിൻ്റെ ഇതുള്ള കാരണം ഞാൻ ഇന്നലെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിലത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ അക്വേറിയത്തിലേക്ക് കൊണ്ട് ഒഴിക്കാം. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ ഈ വെള്ളം അങ്ങോട്ട് കുറച്ച് കോരി വെച്ചിട്ട് പിന്നെ ബക്കറ്റ് അങ്ങ് കമത്താം. നമുക്ക് ബക്കറ്റോടെ അങ്ങോട്ട് ഒഴിക്കാം. അത് നമ്മുടെ അക്വേറിയത്തിലൊക്കെ ഇടുന്ന കല്ലാണ്. അപ്പോൾ ഈ അക്വേറിയം കുറേ നാളായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന കണ്ട ഒരു 5-6 വർഷമായി കാണും മിക്കവാറും. ഇതുവരെ പൊട്ടാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കല്ല് നമുക്ക് കുറച്ചുള്ള നമുക്കിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ മോൺസ്റ്റർ ഫിഷ് ഇത് നമ്മുടെ അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഗപ്പിയൊക്കെ ഉണ്ട്, ഇത് നമ്മുടെ ഇതിന് തീറ്റ കൊടുക്കാനായിട്ട് തന്നതാണ്. അപ്പോൾ നമുക്കിനി വേറെ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ മേടിക്കണം. എല്ലാ ദിവസവും തീറ്റ കൊടുക്കണ്ടേ, 3 നേരം തീറ്റ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ നമുക്കിനി ഇതിന് പയ്യെ പിടിക്കാം. നമുക്കിനി ഇതിനകത്തോട്ട് ഇടാം. ഇത് സൂക്ഷിച്ച് നോക്കി ഇതിൻ്റെ അയ്യോ. അപ്പോൾ അതിനകത്തോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിനകത്ത് തന്നെ വെക്കാം ഈ ഗപ്പി കുഞ്ഞുങ്ങളെ. മോൺസ്റ്റർ ഫിഷിനെ അടുത്ത് കണ്ടോ നമ്മുടെ മുതലക്കുട്ടൻ. അപ്പോൾ ഇതിന് പറ്റിയൊരു പേര് നമുക്ക് ഇടണം. എന്ത് പേരിടണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻ ഇടുക. എന്തായാലും നമുക്ക് നല്ലൊരു പേര് നമുക്ക് ഇടാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിതേ ഒരു ഗപ്പിനെ പിടിച്ച് ഇങ്ങനെ വെച്ച് കൊടുത്ത് നോക്കാം. അതെ അപ്പോൾ ഒന്ന് കഴിക്കുമായിട്ട് നോക്കാം നമുക്ക്. വടമണി ഒരു റിയാക്ഷനും ഇല്ല. പുതിയ സ്ഥലത്ത് വന്നതിൻ്റെ ഇതാണ് തോന്നുന്നു. ചിലപ്പോൾ വരുമായിരിക്കും ഗൈസ്. ഞാൻ കഴിക്കണമെന്ന് വെച്ചാൽ വെറുതെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അവൻ അപ്പം തന്നെ അത് കഴിച്ച് അവൻ ഫുൾ അകത്താക്കിയിട്ടുണ്ട്. ഞാൻ എന്തായാലും മാറ്റിയിട്ടല്ലേ അപ്പം എന്തായാലും കഴിക്കൂലെന്ന് ഞാൻ വിചാരിച്ചത്. അവൻ ഞാനാണെങ്കിൽ ഞെട്ടിപ്പോയി. അമ്മാതിരി റെഡിയായിരുന്നു. അതുകൊണ്ട് അപ്പം തന്നെ അവൻ അകത്താക്കിയിട്ടുണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ച അവൻ്റെ വായിലത് കയറില്ലെന്നാണ്. കുറച്ച് വലിയ മീനായിരുന്നു, എന്നാലും നമ്മൾ ഞെട്ടിച്ചിടാം. ഞാൻ ഫുൾ അവൻ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ മോൺസ്റ്റർ ഫിഷ് നമ്മൾ അക്വേറിയത്തിലൊക്കെ ആയിട്ട് സെറ്റായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കിൻ്റെ വീഡിയോ എന്താ വരാത്തതെന്ന് വെച്ചാൽ നമ്മൾ മീൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വരാൻ കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോ ആദ്യം ചെയ്തത്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസങ്ങളിലേക്കായിട്ട് നമ്മുടെ ടാങ്കിൻ്റെ അപ്ഡേറ്റ് നമുക്ക് അറിയാൻ കിട്ടാം. അപ്പോൾ നമ്മുടെ പശു കരിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മെയിൻ സാധനം നമ്മുടെ മോൺസ്റ്റർ ഫിഷിൻ്റെ വില എത്ര എന്നുള്ള കാര്യം അത് ഞാൻ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4-5 കാണും. അപ്പോൾ അതിന് ഒരു 950 രൂപ ആയിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് എടുത്തതിന്. ഈ സമയത്ത് അരാപ്പയും വരുന്നെങ്കിൽ നമുക്ക് ആ ഒരു സൈസിന് ചിലപ്പോൾ 5000 രൂപ കൊടുക്കേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളിൽ അത്രയും കൊടുക്കാതിൻ്റെ അത്രയാണ് നമ്മൾ തൽക്കാലം അലിഗേറ്റർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത്
അപ്പോൾ ഭാവിയിൽ നമുക്ക് അരാപ്പായ്മ നമുക്ക് വാങ്ങാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ കമൻറ്റ് ഇടുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.